ഇഷ്ടപ്പെട്ടു. ഇതിന് അവാർഡ് ഇഷ്ടപ്പെട്ടു. അവാർഡ് കിട്ടുമെന്ന് തോന്നുന്നു. ചെയ്തിട്ടുണ്ട്. കഷ്ടപ്പാട് ഒത്തിരി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വിചാരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ പ്രത്യേക ശരീരം ലാസ്റ്റ് ക്ലൈമാക്സ് കരഞ്ഞു. സിനിമയായിട്ട് കണ്ടപ്പോൾ എന്ത് തോന്നിയപ്പോൾ? അതൊരു റിയാലിറ്റി ആണ് അതിനകത്ത്. റിയാലിറ്റി ഉണ്ട് അതിനകത്ത്. ശരിക്കും അങ്ങനെ ബോഡി ഉണ്ട് എടുത്തതാണ്. അത് ശരി ഒന്നുമല്ല. ഞാൻ വിചാരിച്ചു സാധാരണഗതിയിൽ സിനിമയിലും ക്യാമറയുടേതായിരിക്കും എന്നാണ് വിചാരിച്ചത്. ക്യാമറ ടെക്നിക്കല്ല. എൻ്റെ ബോഡി മേക്ക് ഓവർ വന്നത് ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. ആ ലാസ്റ്റ് വരുന്ന ബോഡി ഇതൊക്കെ അവാർഡ് കിട്ടണമെന്നാണ് എൻ്റെ അഭിപ്രായം. പൃഥ്വിരാജിന് അത് അത്രയും കഷ്ടപ്പെട്ടല്ല, പൃഥ്വിരാജിന് അവാർഡ് കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അടിപൊളി. ഇല്ല, ഞാൻ നേരത്തെ കാണുക. കഥ എല്ലാം സത്യം വലിയ ഒത്തിരി അവസാനം ജംഗമരെയും പുള്ളിയെ തൻ്റെ ഭാര്യ മക്കളെ വേണ്ടി ഒന്നും കൊണ്ടുപോകാനില്ലാതെ വലിയ എല്ലാം നീറ്റായിട്ട് സംഭവിക്കുന്നത്. ആ മരുഭൂമിയിലെ ആ യാത്രയും ആ കാലിനുള്ള എല്ലാം അടിപൊളി. നല്ല സിനിമയാണ്. ഞാൻ ആ നോവൽ വായിച്ചിരുന്നപ്പോൾ തന്നെ നമുക്കത് ശരിക്കും നല്ല വിഷ്വലൈസ് ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹമുണ്ട്. ഒത്തിരി നാളുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുകയാണ് സിനിമയായിട്ട്. ശരിക്കും അതുപോലെ തന്നെ വന്നിട്ട് പിന്നെ ചെറിയ ആടുകളുമായിട്ടുള്ള ബന്ധമൊക്കെ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു സിനിമയാകുമ്പം ഇങ്ങനെ വേണമല്ലോ. അതായത് പണ്ടത്തെ ആളുകൾ, വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ആളുകൾ യോഗ്യതയായിട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ പോയി ചെന്ന് ഇഷ്ടപ്പെടുന്നൊരു പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അത് ബ്ലെസ്സി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. എല്ലാവരെയും അടിപൊളിയാണ്. പൃഥ്വിരാജ് സ്പെഷ്യലി നല്ല മൂവി. ഇല്ല, ബുക്ക് വായിച്ചില്ല. ആദ്യമായിട്ടാണ് കാണുന്നത്. അടിപൊളിയായിരുന്നു. നല്ല മൂവിയായിരുന്നു. കഥ അറിയില്ല. ഫസ്റ്റ് ടൈം. നല്ല ഫിലിം. സൂപ്പർ ഫിലിം. അടിപൊളി. എല്ലാം അടിപൊളിയായിരുന്നു. ഒന്നും പറയാൻ അല്ല, പൃഥ്വിരാജിന്റെ ആ ട്രാൻസ്ഫോർമേഷനൊക്കെ ഇതായിരുന്നു. ഇല്ല, ആദ്യമായിട്ട് കാണാൻ വേണ്ടി വന്നതാണ്. കുഴപ്പമില്ല. അതെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നോവൽ വായിച്ചപ്പോൾ തുടങ്ങി ഇങ്ങനെ സിനിമ ആകാൻ വേണ്ടി നമ്മൾ ശരിക്കും കാത്തിരിക്കുകയായിരുന്നു. ബെന്യാമിൻ്റെ അത് വായിച്ചിട്ടില്ലായിരുന്നു, വായിക്കണം. പൃഥ്വിരാജിന്റെ ട്രാൻസ്ഫോർമേഷൻ സൂപ്പറായിരുന്നു. പൃഥ്വിരാജ് ഭയങ്കര പെർഫോമൻസ് കാണാറുണ്ട്. അവസാനം കാണുമ്പോൾ പൃഥ്വിരാജിനെ കാണുമ്പോൾ സങ്കടം തോന്നും. എല്ലാവരുടെയും നല്ല നല്ല അടിപൊളിയായിരുന്നു. നല്ല കഷ്ടപ്പെട്ടാണ്. ഓവറിതായി. കാണാറുണ്ട്, ഇഷ്ടംപോലെ കാണാറുണ്ട്. ഇതിലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് വിഷമം വന്നു. ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കുന്നു. മണലാരണ്യവും ഇവിടെ നോക്കിയാലും തിരിഞ്ഞും നടന്നു പിടിഞ്ഞും പോയാലും മണലാരണ്യം. ഞാൻ അങ്ങനെ ഫിലിംസൊക്കെ അങ്ങനെ കാണുന്നതല്ല. ഇതിപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റോടെ ഇരുന്ന് കണ്ടതായിരുന്നു. കാണുമ്പോൾ എൻ്റെ 2 മക്കൾ പുറത്താണ്. പക്ഷെ അവർ നന്നായി ജീവിക്കുന്ന, നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ലതായിരുന്നു. എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു. എനിക്ക് ഓൾമോസ്റ്റ് ഇത് അറിയായിരുന്നു, സ്റ്റോറി അറിയായിരുന്നു. അങ്ങനെയായിട്ടുള്ളത് നല്ലതായിരുന്നു. ഇവർക്ക് പിള്ളേർക്കൊന്നും ഒന്നും അറിയത്തില്ല. പണ്ടൊക്കെ ഞങ്ങളിങ്ങനെ ഈ കഥകളൊക്കെ കുടുംബങ്ങളിൽ പറയുന്നതും ഒരുപാട് ഇത് വാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നല്ലതായിരുന്നു. പൃഥ്വിരാജ് ഒരിക്കലും ഇല്ല. കഷ്ടപ്പാടിന് ഫലമുണ്ട്. പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി. പൃഥ്വിരാജ് പിന്നെ കൂടെ ഉണ്ടായിരുന്ന ഹക്കീം. എല്ലാവരും നല്ലതായിരുന്നു. മ്യൂസിക് കൊള്ളായിരുന്നു. നല്ലതായിരുന്നു. ഒരു ഇല്ലാത്ത ഹക്കീമും അങ്ങനെ തന്നെ. ഹക്കീമിനെ എനിക്കറിയില്ല.
പക്ഷെ പൃഥ്വിരാജിനെ കാണുമ്പോഴത്തേക്കുള്ള എന്നാലും പൃഥ്വിരാജ് അഭിനയിച്ച് ശരിയായി. കിട്ടിയായിരുന്നു പലരും കണ്ടിട്ട് പറഞ്ഞു അത് ഗ്രാഫിക്സ് ഒന്നും അല്ലെങ്കിൽ വിഎഫ്എക്സ് എന്നൊക്കെ ഇപ്പോൾ വിചാരിച്ചിരുന്നു, പക്ഷെ റിയൽ ആണെന്ന് ഇത്രത്തോളം മെലിയാൻ പറ്റുമോ എന്നൊക്കെ സീൻ കണ്ടപ്പോൾ എന്ത് തോന്നി? ഇൻ്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. വളരെ നല്ല സിനിമയായിരുന്നു, നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ജീവിതം കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി. ടോട്ടൽ മൂവി എങ്ങനെയുണ്ട്? ഇപ്പോൾ ഒരു സിനിമോട്ടോഗ്രാഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എഡിറ്റിംഗ് മാജിക് ആണെന്ന് പറയാം. നല്ല ഫിലിമാണ്. എങ്ങനെയായിരുന്നു? നോവലോ ബുക്സോ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടായിരുന്നു? അല്ല, നോവൽ വായിച്ചിട്ടില്ല. അതിനെപ്പറ്റി നേരത്തെ ഒരു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. അത് ബെന്യാമിൻ്റെ ആണല്ലോ നോവൽ. നന്നായി, വളരെ നന്നായി. ഇനിയും ഇതുപോലുള്ള ചിത്രങ്ങൾ വരട്ടെ. ശരിക്കും നടന്നിട്ടുള്ള കാര്യങ്ങൾ. ഇന്നത്തെ ഗൾഫ് ജീവിതം വേറൊരു സൈസ്. വിദ്യാഭ്യാസവും വിവരമുള്ള ആളുകളൊക്കെ വെളിയിൽ പോയി നന്നായി ജീവിക്കുന്നു. ആ കൂട്ടത്തിൽ ഇത് കാണുമ്പോൾ മനുഷ്യർക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. എൻ്റെ മോനും വിദേശത്താണ്, അതുകൊണ്ടാണ് എനിക്കത് വിഷമം വന്നത്. കരയിപ്പിച്ചു. ഒരുപാട് ഇമോഷണൽ ആയിരുന്നു. കുമാർ പൃഥ്വി ഇങ്ങനെയൊക്കെ ക്ലൈമാക്സ് ഒക്കെ വല്ലാത്തൊരു സെറ്റപ്പ്. 16 വർഷത്തെ കാത്തിരിപ്പായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി. അതപ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന്. തീർച്ചയായിട്ടും 100%. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടല്ലോ? പെർഫോമൻസ് നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് വളരെയധികം വളരെയധികം പ്രിപ്പയർഡ് ആയിരുന്നു തോന്നുന്നു. ആ ഒരു സീനൊന്നുമില്ല, പൃഥ്വിരാജ് നടന്നു പോകുന്ന ലാസ്റ്റത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ സീൻ, അതെങ്ങനെ ഉണ്ടായിരുന്നു? ഞെട്ടിയായിരുന്നു തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ? അല്ല, ഞെട്ടില്ല. അത് അത്രയധികം ഒരു പ്രിക്കോഷൻസ് എടുത്തു എന്നുള്ളതാണ് അതിനകത്ത്. ആ ഒരു കഥാപാത്രമായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി ആണ്. ആ ഒരു സീൻ എങ്ങനെയാണ്? ഞെട്ടിയായിരുന്നു പൃഥ്വിരാജ്? ഞെട്ടിയെന്ന് പറഞ്ഞാലല്ല, എനിക്ക് എന്തോ അതൊക്കെ കണ്ടപ്പോൾ എനിക്കപ്പം എൻ്റെ മോനെയാണ് ഞാൻ ഓർത്തത്. കുറച്ചാ എൻ്റെ മോനും പറഞ്ഞ് നല്ല സിനിമയാണെന്ന് പറഞ്ഞാ. പൃഥ്വി എല്ലാവരുടെ അവർ കൊച്ചു ചെറുക്കൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. അവൻ ഗോകുൽ, അവൻ അവനെങ്ങാട്ടി ക്ലിയർ ആയിരുന്നു. സൂപ്പർ തകർത്തു. നന്നായിട്ട് കരയിപ്പിച്ചായിരുന്നു. പൃഥ്വിരാജ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. എന്തായാലും നടന്നു പോകുന്ന എല്ലാം നല്ലതായിരുന്നു, നല്ല അഭിനയമായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു.